ദൈവജനത്തിൻ്റെ എല്ലാ കൂടിവരവുകളിലും പെന്തക്കോസ്തിൻ്റെ ആവർത്തനം ഉണ്ടാകണം. അതാ ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു എന്ന് നാം വിചാരിക്കരുത്. അത് 50-ാം ദിവസം പെരുന്നാളിൻ്റെ ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു. അന്നുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അന്ന് ആരംഭിച്ച് അതോട് അവസാനിപ്പാനായി ദൈവം നൽകിയതല്ല. അന്ന് ആരംഭിച്ച് കർത്താവ് മടങ്ങി വരുന്നതുവരെയും ദൈവജനം അനുഭവിപ്പാൻ വേണ്ടി നമ്മുടെ ദൈവം നൽകിയതാണ്. അതനുഭവിപ്പാനുള്ള ദൈവകൃപയ്ക്കായി ദൈവത്തെ നാം സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അതിലുള്ള മുങ്ങിത്താഴലും കവിഞ്ഞൊഴുക്കും അത് മുഖാന്തരം ഉണ്ടാകുന്ന എല്ലാം അന്യഭാഷയും നൃത്തവും ആനന്ദവും എല്ലാം ആവർത്തിക്കപ്പെടേണ്ടതാണ്. വ്യക്തി ജീവിതത്തിലും കൂടി വരുന്ന ജീവിതത്തിലും ആ ദാഹത്തോടുകൂടി വേണം ദൈവജനം കർത്താവിൻ്റെ സന്നിധിയിൽ ഉള്ളം തുറക്കുവാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ നാം നിറവ് പ്രാപിച്ചു, കവിഞ്ഞൊഴുക്ക് നമ്മളിലുണ്ടായി എന്ന് വിചാരിച്ച് ആമേൻ അതിൽ സന്തോഷിച്ചിരിക്കരുത്. നാം ഇന്ന് കർത്താവ് എനിക്ക് പകർന്നതിൽ ആനന്ദിക്കുന്നവരായി ദൈവത്തെ ആരാധിച്ച് ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന് സ്തോത്രം. അതിനെ തടയുന്ന ഒന്നിനെയും ജീവിതത്തിൽ വാഴുവാൻ നാം അനുവദിക്കരുത്. കർത്താവിന് സ്തോത്രം. ഈ പകലും ഈ നല്ല കൂട്ടായ്മ നമ്മുടെ ദൈവം നമുക്ക് തൻ്റെ സന്നിധിയിൽ നൽകുന്നതിനായി ദൈവത്തിന് ഏറെയേറെ സ്തോത്രം. ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഫോൺ ലൈനിൽ കൂടെ അല്ലെങ്കിൽ ഫോൺ ലൈനിൽ കൂടെ അല്ല, ലൈവായി വീഡിയോയിൽ ഈ സർവീസിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. ഈ പകൽ ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല കൂട്ടായ്മയിൽ നാം ആനന്ദിക്കുകയും കർത്താവിനെ മഹത്വം കരയറ്റുകയും ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നല്ലോ. കർത്താവ് നമ്മളോട് സംസാരിപ്പാൻ നമ്മുടെ ഉള്ളങ്ങൾ ദൈവസന്നദ്ധയിൽ തുറന്നിരിക്കുന്നല്ലോ. പാസ്റ്റർ ഇന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നായിരിക്കും പ്രസംഗിക്കുന്നതെന്ന് വിചാരിക്കുന്നവരോട് ക്ഷമ പറഞ്ഞിട്ട്, എനിക്ക് ഹൃദയത്തിൽ സമീപസമയത്ത് ഭാരം തോന്നിയ വളരെ ലളിതമായ ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾക്കറിയാം, ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, ടോക്ക് ടു യുവർ കോൺഗ്രിഗേഷൻ. കർത്താവിന് സ്തോത്രം. അപ്പം ആത്മാവിലുള്ള ആ ഭാരം ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള നടത്തിപ്പിലാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. പുതുതായിട്ട് എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. നമ്മളെ കേരളത്തിൽ വളർന്ന് നമുക്ക് പല പദപ്രയോഗങ്ങൾ സുപരിചിതമാണല്ലോ. എല്ലാ കൾച്ചറിലും അതുണ്ട്. പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് എന്ന് നാം പറയാറുണ്ട്. പൂത്തിലഞ്ഞ് കിടക്കുന്ന മാവൊന്നും പൊട്ടക്കണ്ണന് അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞിട്ടാ ഒരൊറ്റയേറ്, ഒത്താലൊത്തു, കിട്ടിയാ കിട്ടി, എങ്കിലും എറിയും പൊട്ടക്കണ്ണൻ. അല്ല, പിന്നെ നമുക്കുള്ളൊരു പറച്ചിലാ, പോയാലൊരു വാക്ക്, കിട്ടിയാൽ ഒരാന എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു വാക്ക് ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ ഒരു വലിയതാണല്ലോ കിട്ടുന്നേ. അപ്പം ഏത് വിഷയത്തിലാണേലും ശ്രമിക്കുവാൻ, ചോദിക്കുവാൻ, ചെയ്യേണ്ടത് ചെയ്യുവാൻ മടിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ വിചാരിക്കാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ ഉറപ്പില്ലെങ്കിലും അതിന് ഫലമുണ്ടാകുമെന്നുള്ളതാ രണ്ട് പറച്ചിലിൻ്റെയും അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ന്യൂയോർക്കിലെ സഭകളിലൊന്നിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കാലത്ത് സ്റ്റേജിൽ സങ്കീർത്തനം വായിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയോ എപ്പോഴോ പ്രയർ നടക്കുക. പെട്ടെന്ന് ഒരാളെ വന്ന് എൻ്റെ കയ്യിലൊരു കുറിപ്പ് തരുന്നു. അങ്ങനെ ഇടയ്ക്ക് വന്ന കുറിപ്പ്, എമർജൻസി അല്ലാതെ തരല്ലേ. അപ്പോൾ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. അത് പറയുന്നതിന് കുഴപ്പമില്ല, സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ. ഓക്ലഹോമ സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ച ശരീരം ഉയർത്തെഴുന്നേൽക്കുവാൻ അവിടെയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലൊരു സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് ആയേ.
അതിന് ശേഷം അതുപോലെ ഉണ്ടായിട്ടില്ല. എൻ്റെ സകല തിയോളജി ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് ഓർക്കേണ്ടി വന്നു. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? സ്തോത്രം. അത് എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ പറയാം അടുത്തത് പറഞ്ഞിട്ട്. ആ സംഭവത്തിന് ശേഷം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആണ്, അല്ലെ അധികം താമസിയാതെ, ഞങ്ങളുടെ ഒരു സ്നേഹിതനായ പാസ്റ്റർ, ആന്ധ്രാക്കാരൻ, പേര് പറയുന്നതിൽ കുഴപ്പമില്ല, പാസ്റ്റർ രൂഫസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോളേജ് പ്രൊഫസേഴ്സായിരുന്നു. പാസ്റ്റർ ജോസഫിനറിയാവരെ. ഞങ്ങൾ 90കളിൽ പരിചയപ്പെട്ടവർ. പിൽക്കാലത്ത് അവർ ഒരാളോ രണ്ടുപേരോ ജോലി വിട്ട് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചു. 3 പെൺമക്കളെ അവർ വളർത്തി. അതിലേറ്റവും ഇളയ മകൾ ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ന്യൂയോർക്കിൽ ചില ദിവസങ്ങൾ, 1-2 ദിവസം പാർക്കുക. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിരുന്നു. ആ സഹോദരിയെ ഞങ്ങൾക്കറിയാം. രാജമണ്ഡ്രി എന്ന് പറയുന്ന വിശാഖപട്ടണത്തിനും വിജയവാഡയ്ക്കും ഇടയ്ക്കുള്ള ഒരു നഗരത്തിലായിരുന്നു അവർ പാർത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പാർത്തിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണ സമയം എന്നോട് ഷെയർ ചെയ്യാനിടയായി. ക്യാൻസർ വന്നാണ് ആ പ്രിയപ്പെട്ടവൾ മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ തിയോളജിക്കലായിട്ടുള്ള ചിന്തയെ കുറച്ചുകൂടെ പോളിഷ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മരണക്കിടക്കയുടെ അടുക്കൽ ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും പെൺമക്കളും. മറ്റ് കുടുംബാംഗങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കും ഭവനത്തിൽ, അല്ലെങ്കിൽ ഇല്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സഹോദരി അന്ത്യശ്വാസം വലിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ആർത്ത് അലയ്ക്കാതെ. അപ്പം നമുക്കറിയാം, എൻ്റെ അമ്മ മരിച്ച സമയത്ത് എൻ്റെ പിതാവ് അത്യുച്ചത്തിൽ കൂവി. പിന്നെ എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. അതേ, എൻ്റെ പിതാവിൻ്റെ ദുഃഖം വിളിച്ചറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചുറ്റുപാടിലുള്ള എല്ലാവരെയും ഇവിടെ മരണം നടന്നെന്ന് അറിയിക്കുകയായിരുന്നു. നിമിഷ നേരം കണ്ട് വീട്ടിലെ ആൾ നിറഞ്ഞു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ പാസ്റ്റർ രൂഫസ് പറഞ്ഞത്, ഞങ്ങളെ അങ്ങനൊന്നും ചെയ്യാതെ അരമണിക്കൂർ ഞാനും എൻ്റെ പെൺമക്കളും കൂടെ കർത്താവ് എൻ്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വാട്ട്സ് റോങ് വിത്ത് ദാറ്റ്? അതല്ലേ നമ്മളെല്ലാവരും ചെയ്യണ്ടേ? നമ്മുടെ കർത്താവ് 3 പേരെ വ്യക്തമായും പറഞ്ഞ് മരണത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച കാര്യം സുവിശേഷകരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിലാ എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് പറയുവാനില്ലാത്തത് കൊണ്ട് വേറെയും ഉയർപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഏതായാലും നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് കല്ലറകളെ വിട്ട് അനേകർ പുറത്തു വന്നു. അത് മത്തായി വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യമല്ലായിരുന്നെങ്കിൽ അദ്ദേഹം എഴുതത്തില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് പാസ്റ്റർ രൂഫസ് പറഞ്ഞ സമയത്ത് നല്ല ഉറപ്പോടെ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ നമ്മുടെ മരിച്ചവരെ തിരിച്ചു തരുവാൻ പ്രാർത്ഥിപ്പാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹിമ. പിന്നെ അതുകൊണ്ട് പിന്നെ എടുത്തോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. വേദനിപ്പിക്കരുത് എന്നൊക്കെ ഞാൻ അങ്ങനെയുള്ള കിടക്കയിൽ കിടക്കുന്ന ആളുകളുടെ സാഹചര്യം വരുമ്പം പ്രാർത്ഥിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും കർത്താവിനോട് ഞാൻ പറയാറുള്ളത്, കർത്താവേ, നീ കൊടുക്കുന്ന ആയുസ്, നീ നൽകുന്നതാണ് ആയുസ്. ആ ആയുസ് ബലമുള്ളതായിരിക്കണം, ക്ഷേമമുള്ളതായിരിക്കണം. നിൻ്റെ കൃപ പകരണം, മടക്കിത്തരണേ, സൗഖ്യമാക്കണേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രയാസവും എനിക്കില്ല. ആ സ്റ്റേജിൽ പാസ്റ്റർ എന്താ പ്രാർത്ഥിച്ചത് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കായിരിക്കും. ഞാൻ ആ നിമിഷം കണ്ട്, എനിക്ക് നിമിഷ നേരങ്ങളേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, മരിച്ചവരെ തിരികെ നൽകുന്നതാ, നീ തിരിച്ചു തരണേ എന്നാ പ്രാർത്ഥിച്ച്. പിന്നീട് ഞാൻ അറിഞ്ഞു, എൻ്റെ ഒരു അധ്യാപകൻ്റെ മകന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 75 ബൈബിൾ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ മകൻ. നിങ്ങൾക്കറിയാം, എനിക്കും കുറച്ച് പേർക്കെങ്കിലും ഓക്ലഹോമയിൽ
വെള്ളത്തിൽ വീണ് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ള അവർ എക്സ്ട്രീമിസത്തിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം കൂടി നടത്തുന്ന കൂട്ടരെ അല്പം എക്സ്ട്രീമായിട്ടുള്ളവരായിരുന്നു. ആ ബോഡിയുമായിട്ട് അവർ ഓറിഗനിൽ പോയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിധികൾക്കപ്പുറത്തേക്ക് പോകുന്നതാണ്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സ്തോത്രം ഒരു ഭാരവും നമുക്കുണ്ടാകരുത്. ദൈവത്തിന് മഹിമ. ഞാനൊരിക്കൽ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ സമീപകാലത്ത് ആ കാര്യം കുറേ പറയുവാനിടയായല്ലോ. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ചാക്കോട് ഒന്ന് ശുശ്രൂഷിച്ച സമയത്ത് പരാമർശിക്കപ്പെട്ടല്ലോ. അപ്പം ഞാൻ ഒരു വർഷം എവറിതിങ് എൻ്റെ ആ ചിന്തയനുസരിച്ച് പ്രോപ്പർ ഗ്യാപ്പിൽ സമയം നഷ്ടപ്പെടാതെ പഠിക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ അവസാനത്ത് പഠിച്ച പ്രോഗ്രാം പഠിക്കുന്നതിന് ഞാൻ വിചാരിച്ച സമയത്ത് നടന്നില്ല. നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടക്കാതെ വന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ, അദ്ദേഹം ഇവിടെ സമീപ സമയത്ത് ഒരു ശനിയാഴ്ച വൈകിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാറേ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് ഉപവാസം ഇരിക്കാം. അദ്ദേഹം എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എങ്കിലും അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിന് ഒരു പരിഹാരം ഉണ്ടാകണം, പിടിച്ചു വാങ്ങണം. ആ ഭാഷ എക്സാക്റ്റ് വേർഡിങ് അല്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒരനുതാപം എനിക്കില്ല, ഇപ്പോഴും അത് തന്നെ പറയും. ഞാൻ പറഞ്ഞു, ഇന്ന് വരെയും ദൈവം എനിക്ക് നൽകുന്നത് പ്രാപിക്കുന്നത് മാത്രമേ എൻ്റെ ശീലം. എനിക്കൊരു ഇന്ന കാര്യം നടന്നേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ഞാനത് ഞാൻ ചെയ്തില്ല. എൻ്റെ കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം എനിക്ക് വഴിയൊരുക്കട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവകരത്തിൽ ഇന്ന് വരെയും കർത്താവിന് സ്തോത്രം, വ്യക്തിപരമായ നേട്ടത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഞാൻ എൻ്റെ കർത്താവിനോട് മല്ലടിച്ച് പ്രാർത്ഥിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇങ്ങനൊരാഗ്രഹമുണ്ട്, നിൻ്റെ ഹിതമാണെങ്കിൽ അത് നടക്കണേ. അതേ ഉള്ളൂ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ. എൻ്റെ മക്കളുടെ ആത്മീയ ജീവിതവും എൻ്റെ കുടുംബത്തിലെ ഉള്ള പ്രിയപ്പെട്ടവരുടെ ആരോഗ്യവും അതൊക്കെ വ്യത്യസ്തം, അതെല്ലാം ഡിഫറൻറ്റ്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷ മണ്ഡലത്തിലാകട്ടെ, ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നല്ല വസ്തുക്കളിലാകട്ടെ, വസ്ത്രമാകട്ടെ, വാഹനമാകട്ടെ, ഭവനമാകട്ടെ, അവിടെ ഒന്നും ദൈവത്തിന് സ്തോത്രം എനിക്കിത് തന്നേയൊക്കത്തുള്ളൂ, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു വാക്യത്തിൻ്റെ വാലെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശീലമല്ല. ദൈവമക്കൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ചിന്ത. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ നമുക്ക് ഏറെ പരിചിതമായ ഒരു വാചകം പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. സ്ലൈഡ് പ്ലീസ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതെ, അവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യമാണത്. 8-ാം വാക്യത്തിൽ കർത്താവ് അത് ആവർത്തിക്കുക, യാചിക്കുന്ന യവനും ലഭിക്കുന്നു. ഇവിടെ കൂടുതലുണ്ട്. മറ്റേ വാക്കുകളല്ല എനിക്ക് പ്രധാനമായും ചിന്തയിലുള്ളത്. അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്ലൈഡ് അവ ഞാൻ എഴുതാഞ്ഞത്. എങ്കിലും നമുക്ക് ആ വാക്യങ്ങൾ അറിയാം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അപ്പം ഇത് നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, പ്രാർത്ഥനയുടെ കാര്യമാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഈ ദൂത ഒരുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തു, പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആളുകൾ പരക്കെ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രസംഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഓർക്കാൻ സാധിച്ചില്ല പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം നിന്ന് ദൂത് പറഞ്ഞിട്ടുണ്ടോ എന്ന്. പിന്നെ എന്നാൽ ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്ന് ദൈവമക്കളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായ ഭാരം ദൈവം നൽകിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിപ്പീൻ, യാചിപ്പീൻ, യാചിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അത് ഇംഗ്ലീഷിൽ ആസ്ക്, ആസ്ക്, ആസ്ക്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മലയാളത്തിൽ ഭാഷാന്തരക്കാര് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, സാധാരണ അർത്ഥത്തിൻ്റെ അപ്പുറത്ത് ആ വാക്കിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് ചോദിപ്പീൻ എന്നാൽ കിട്ടും എന്നതിനേക്കാട്ടിൽ അപ്പുറത്ത് വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ അവിടെ ഒരു ഗ്രീക്ക് വാക്ക് ഞാൻ എഴുതുകയാണ്. നിങ്ങളത് ഭാരപ്പെടരുത്. പാസ്റ്റർ ഗ്രീക്കൊക്കെ പറഞ്ഞ് ഗമ കാണിച്ചെന്നും വിചാരിക്കരുത്. ഈ വാക്ക് വിട്ടേര്, പാരക്ലീറ്റോസ് പോലൊന്നുമല്ല. പിന്നെ എന്നാലും ഒരു വാക്ക് അത് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താണല്ലോ. അതാ വാക്കെന്ന് പറയാൻ വേണ്ടി മാത്രം. അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ നിങ്ങൾ നോക്കിക്കേ.
ആമീൻ. ആ വാക്ക് ആണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കിനെ മനസ്സിലാക്കി എഴുത്തുകാരൻ മത്തായി പരിശുദ്ധാത്മാവിൽ എഴുതുന്നത്. അപ്പം ആ വാക്കിന് ഉള്ള അർത്ഥങ്ങൾ ചോദിക്കുക എന്ന അർത്ഥമുണ്ട്, യാചിക്കുക, ബെഗ് ചെയ്യുക എന്ന അർത്ഥമുണ്ട്. ആമീൻ. സഹായത്തിനായി, അല്ലയോ ഞാൻ പ്രയാസത്തിലാണ്, കുഴിയിൽ വീണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആപത്തുണ്ടായല്ലോ, ആരെങ്കിലും എന്നെ സഹായിക്കണമേ, ശത്രുവിനാൽ ഞാൻ ആക്രമിക്കപ്പെടുന്നു, സഹായിക്കണേ എന്നുള്ള വിളിയുടെ ധ്വനി അതിലുണ്ട്. പിന്നെ ക്രേവിങ് ഉണ്ട്, കൊതിക്കുക. സ്തോത്രം. അടങ്ങാത്ത ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. അതാ ആ വാക്കിൻ്റെ അർത്ഥമാണ് ഡിസയർ, ആഗ്രഹിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കിട്ടിയെങ്കിൽ ഇൻറ്റൻസ് ഡിസയർ ആണ്. ദൈവത്തിന് സ്തോത്രം. വലിയ ആഗ്രഹം. പിന്നെ ഒരു റിക്വയർമെന്റ് പോലാണ്, എനിക്കിത് കൂടിയേ തീരത്തുള്ളൂ. അപ്പൊ ഈ കർത്താവ് പറയുന്ന ആ വാക്കിന് ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇത് മനസ്സിൽ വെക്കണം. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അതിനകത്ത് യാചനയുണ്ട്, വെറും ചോദ്യത്തിനപ്പുറത്ത് സഹായത്തിനായിട്ടുള്ള വിളിയുണ്ട്, കരച്ചിലുണ്ട്, ഒരു വലിയ കൊതിയുണ്ട്, അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്കിത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് എന്നുള്ള സ്തോത്രം, ഒരു വലിയ ഒരു ഉത്ബോധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ആമീൻ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിന് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. യാചകരെ നമുക്ക് പരിചയമാണല്ലോ. സ്തോത്രം. ഈ രാജ്യത്തും യാചകരുണ്ടല്ലോ. നമ്മുടെ തെരുവുകളിൽ എത്രയോ പേരുണ്ട്, വഴിക്കോണുകളിൽ എത്രയോ പേരെ നമ്മൾ കാണുന്നു. അവിടെ നിർത്തുന്ന വണ്ടികളിൽ നിന്നും എത്ര പേര് അവർ കൊടുക്കുന്നു? വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ അവരെന്ത് ചെയ്യുക? അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിന് സ്തോത്രം. കുറച്ചു പേര് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നവർക്കറിയാം. ഒരു ദിവസം 1000 വണ്ടി ഒരു ഇടത്ത് നിർത്തി എന്നിട്ട് എടുത്തു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 100 പേര് കൊടുക്കുമായിരിക്കും. 100 പേരെ ഉള്ളെങ്കിലും അതൊരു നല്ല വരുമാനമാണെന്ന് അവർക്കറിയാം. എന്തെങ്കിലും കിട്ടുമെന്ന് അവർക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് ചോദിക്കുന്നത് യാചകർ നിർത്താറില്ല. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഉള്ളത്തെ ചലിപ്പിക്കും എന്നെനിക്കറിയാം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് ഞാൻ. എന്നിട്ട് നിങ്ങളെ ഇത് അവിടെ കിടക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ചിന്തയെ നമ്മുടെ കർത്താവിൻ്റെ കുറേ വാക്യങ്ങളിലേക്ക് കൊണ്ടുപോവാം. സ്തോത്രം. ചിലതൊക്കെ വായിക്കുമ്പം ഈ ദൂത് ഒരുക്കുന്നത് വരെ എനിക്ക് പ്രയാസമുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. ആ പ്രയാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. എങ്കിലും കർത്താവിൻ്റെ ആ വാക്കുകൾ നാമും വായിക്കുകയും പറയുകയും ചെയ്യുന്നവരാ. ആ വായിക്കുമ്പോൾ നമുക്ക് എന്നെപ്പോലുള്ള ചിന്ത നിങ്ങൾക്കും ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. വായിച്ചു പോകുമ്പോൾ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. മത്തായി 18:19 വാക്യം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. അവിടെയാ കർത്താവ് പറയുന്നത്, 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകമാണ് കർത്താവിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ 2 പേർ ഒരുമിച്ച് ഐക്യമത്യത്തെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാ ഈ 2 പേരെന്ന് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറയും ഏത് കാര്യത്തിലും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിൽക്കട്ടെ. അടുത്ത വാചകത്തിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. യേശു പറയുകയാ, അത്തിയെ ശപിച്ചതിന് ശേഷമുള്ളതാ. കർത്താവിന് സ്തോത്രം. ശിഷ്യന്മാരുടെ പ്രതികരണമുണ്ട്. പിന്നെ അവരത്ഭുതപ്പെട്ടു. നമുക്കറിയാമല്ലോ പശ്ചാത്തലം. അതുകൊണ്ട് അവിടെ ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല. ശിഷ്യന്മാരെ അത്ഭുതം കൂറി ഇവനിങ്ങനൊന്ന് പറഞ്ഞപ്പോഴത്തേനെ അത്തി ഉണങ്ങിപ്പോയല്ലോ. കർത്താവ് അവരോട് പറയുകയാ, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ആമേൻ. ഈ അത്തി മാത്രമല്ല, ഈ മല ഏത് മലയെ ചൂണ്ടിക്കാണിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പം ഒരു പക്ഷേ ഒലിവുമലയാകാം, അല്ലെ വേറെ ഏതെങ്കിലും മലയാകാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഒരുപാട് വായിച്ചിട്ടുള്ളതാ.
ആമീൻ. എൻ്റെ ചോദ്യം, ആമീൻ, നിങ്ങളുടെ ചോദ്യമാകാം, കാണുന്ന മരത്തോടെല്ലാം നീ ഉണങ്ങിപ്പോകട്ടെ എന്ന് പറയാൻ ആമീൻ പ്രമാണമുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞാൽ ഉണങ്ങൂ? സ്തോത്രം. കർത്താവ് ഈ മലയെക്കുറിച്ച് പറഞ്ഞു. മലയെക്കുറിച്ച് പറഞ്ഞിട്ട് ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും മല ഏതെങ്കിലും അപ്പോസ്തലന്മാർ പോയി പ്രാർത്ഥിച്ചിട്ട് മാറി കടലിൽ വീണിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിലും കർത്താവിൻ്റെ ആ വാക്കുകളെ സ്തോത്രം. അതുകൊണ്ട് ചോദ്യം അവിടെ നിൽക്കട്ടെ. ആമീൻ. അടുത്ത വാചകം മർക്കോസിൻ്റെ സുവിശേഷം, സ്തോത്രം. ഇതേ അർത്ഥം അവിടെയും ഉണ്ട്, അതേ ഉള്ള വാക്കുകൾ. പിന്നെ 11-ാം അധ്യായം, അവിടെയും കോണ്ടെക്സ്റ്റ് സെയിമാ. ആമീൻ. മർക്കോസ് എഴുതിയിരിക്കുന്നത് മർക്കോസ് 11:22 മുതൽ 24 വരെ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന് സ്തോത്രം. വീണ്ടും ചോദ്യമോ എനിക്ക്, കർത്താവിന് സ്തോത്രം, മലയോട് അടുത്ത് പോയി പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? അതാണോ കർത്താവ് അർത്ഥമാക്കിയേ എന്നൊരു ചോദ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം യേശുനാഥന്റെ വാക്കുകൾ തന്നെ 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആമീൻ, ആമീൻ, ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്തോത്രം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേ നാം സാധാരണ ചെയ്യാത്ത ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ നാമത്തിൽ പിതാവിനോട്, അതല്ല എൻ്റെ വിഷയം, എങ്കിൽ ഈ വാക്യം വന്നതുകൊണ്ട് ഒന്ന് എടുത്തു പറയുക. നാം സാധാരണയായി കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുവാൻ. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന നല്ല പങ്കും മിക്കവാറും എല്ലാ പ്രാർത്ഥനയും. ഇന്ന് നിങ്ങൾ ആ വാക്യം, ഇതിൻ്റെ 14-ാം വാക്യം കൂടെ നോക്കിക്കേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയാം, ഉറപ്പല്ല. എങ്ങനെ ഇന്ന് വരെ ആരോടും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല, എന്തിനാ വാസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. അത് പിന്നെ കർത്താവിൻ്റെ മേശയുടെ മുൻപാകെ നിന്നിട്ട് അപ്പവും വീഞ്ഞും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയ്ക്ക് സാധാരണ പ്രാർത്ഥനാ ഭാഷയെക്കാട്ടിൽ വ്യത്യാസം വരുത്താറുണ്ട്. ഞാൻ പിതാവിനായ ദൈവത്തോട് അഡ്രസ്സ് ചെയ്യാതെ കർത്താവ് യേശുവിനെ അഡ്രസ്സ് ചെയ്യും. കർത്താവിന് സ്തോത്രം. എന്നിട്ട് കർത്താവിനോടാണ് പറയുന്നേ, നിൻ്റെ ശരീരം തകർക്കപ്പെട്ടു, സ്തോത്രം, അതുപോലെ നിൻ്റെ കരത്താൽ തൊട്ട് ഈ അപ്പത്തെ വിശുദ്ധീകരിച്ച് നൽകണം, ഈ പാനപാത്രത്തെ വിശുദ്ധീകരിച്ച് നൽകണം. എന്നിട്ട് ഞാൻ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന എപ്പോഴും ഇൻ യുവർ നെയിം വി പ്രേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന് എൻ്റെ വേദപുസ്തകത്തിലെ വാക്യം ഇതാ. നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുക, എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക, ദൈവത്തിന് സ്തോത്രം, പിന്നെ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുക, ദൈവത്തിന് മഹിമ. അപ്പം നമ്മൾ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം പിതാവായ ദൈവത്തോടുമുണ്ട്, പുത്രനായ യേശുക്രിസ്തുവിനോടുമുണ്ട്, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോടുമുണ്ട്, ത്രിയേകനാകുന്ന ദൈവത്തോടുണ്ട്. ആമീൻ. ത്രിയേകത്വത്തിലെ ആളത്തങ്ങളെ ഓരോന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. 90കളുടെ ആരംഭ സമയത്ത് ഇവിടെ ഭാരതത്തിൽ നിന്നും കടന്നു വന്ന് ആമീൻ നമ്മുടെ നഗരങ്ങളിലൊക്കെ പ്രസംഗിച്ച ഒരാൾ ആമീൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കരുതെന്നും പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കി നിങ്ങൾക്ക് കുറച്ച് പേർക്കേലും ഓർമ്മ കാണും. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും വായി തോന്നാകരുത് പ്രസംഗിയൻ്റെ വിഷയം. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിയൻ്റെ ഉപദേഷ്ടാവിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിന് മഹിമ. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രമാണത്തും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മരിച്ചവരെ തിരികെ തരുവാനുള്ള പ്രാർത്ഥന അത് പറഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം അതിൻ്റെ അടിസ്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ആമീൻ അവനോട് പ്രാർത്ഥിക്കുവാൻ അവൻ്റെ തന്നെ വാക്ക് നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സ്തോത്രം. ആമീൻ. കർത്താവിന് മഹിമ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓരോ പ്രാർത്ഥന സമയത്തിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ സഭായോഗത്തിൻ്റെ ആരംഭ പ്രാർത്ഥന
സ്തോത്രം. അത് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാ, നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാ, ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ, ആരാധനയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനാ. അങ്ങനെ ഞാൻ എപ്പോഴും ഊന്നി പറയാറുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ആരംഭ സമയത്ത് നമുക്ക് അറിവുള്ള എല്ലാ വിഷയങ്ങളും എടുത്ത് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അത് മാത്രമല്ല, ആരാധനയുടെ ആരംഭ സമയത്ത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും നന്ദി അർപ്പിക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ആ സഭായോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ആകട്ടെ, ഇന്നാകട്ടെ, 9 മണിക്ക് സ്തോത്രം ചെയ്ത് തുടങ്ങാൻ വന്ന എല്ലാവർക്കായും ദൈവത്തിനെ സ്തോത്രം ചെയ്തു. സ്തോത്രം. ഇന്ന് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രിയിലത്തെ മഴയാണ് കാരണമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളൊരു പകുതി പേരെങ്കിലും 9 മണിക്ക് പ്രാർത്ഥന ഇവിടെ തുടങ്ങുന്ന സമയത്ത് സ്തോത്രം ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ, കൊയറൊക്കെ ഇങ്ങോട്ട് കയറുമ്പോഴത്തേന് സങ്കീർത്തനം വായിപ്പാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കൊക്കെ ഇവിടെ അന്തരീക്ഷം വേറൊന്നാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം വായിച്ച് പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് ഒരു വേറെ പ്രത്യേക മാനമുണ്ടാകും, ഒരു അനുഗ്രഹം ഉണ്ടാകും. ദൈവമക്കളെ, ആ എഫേർട്ട് നമ്മൾ നടത്തണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഈ 9:15 തുടങ്ങുമെന്ന് പറഞ്ഞേ, 9:15 വെച്ച് ഒരുങ്ങിയാലേ നമ്മളാരും 9:15 യോഗത്തിന് വിടത്തത്തില്ല. സ്തോത്രം. അതുപോലെ 9 മണിക്ക് എനിക്ക് അവിടെ എത്തണമെന്ന് വിചാരിക്കുകയാണ്. എന്നെ 8:45 പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലും വീട്ടിൽ നിന്ന് 8 മണിക്ക് വിടാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയതാ. 8:20 വണ്ടി എടുത്തേ. അപ്പം ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മുടെ ഒരുക്കം അതുപോലെ ആകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. യേശുനാഥനോട് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവ് പറയുന്ന വാക്കുകൾ, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നമ്മുടെ ചോദ്യം ഇപ്പോഴേ, ഞാൻ എത്രയോ നാളായി എത്രയോ കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നു, എത്ര കാര്യം നടക്കാത്തതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം യോഹന്നാൻ സുവിശേഷം 15:7, നിങ്ങൾ എന്നിലും, സ്തോത്രം, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. എത്രയോ കാര്യം ഇച്ഛിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ കാര്യം ഇച്ഛിക്കുക മാത്രമല്ല, ചോദിക്കുന്നു. സ്തോത്രം. എത്രയോ കാര്യം ചോദിച്ചത് നടന്നിട്ടില്ല. ഇപ്പം എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. എന്തും ചോദിച്ചാൽ കിട്ടുമെന്നാണോ കർത്താവേ? ചോദ്യമായിട്ട് അത് അവശേഷിക്കട്ടെ. ഇപ്പം യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കിവെച്ചിരിക്കുന്നു. പിന്നെ ഇത് പറഞ്ഞിട്ട് നേരത്തെ അത് തൊട്ട് മുമ്പ് വായിച്ച വാക്യത്തിൻ്റെ സെയിം അർത്ഥമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. സ്തോത്രം. ഈ പിതാവിനോടുള്ള പ്രാർത്ഥന തരുവാനായിട്ട് തന്നെ കർത്താവ് തരും. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ചിന്തയുടെ ഒന്ന് പങ്കുവെക്കുക. കർത്താവിന് സ്തോത്രം. എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിപ്പാനുള്ള പ്രമാണമേ, സ്തോത്രം, പിതാവായ ദൈവത്തോടെ ഒന്നുകിൽ യേശുനാഥൻ്റെ നാമത്തിൽ, സ്തോത്രം, അല്ലെങ്കിൽ യേശുനാഥനോട് യേശുനാഥൻ്റെ നാമത്തിൽ, സ്തോത്രം. ഇത് രണ്ടും ഇല്ലാത്ത പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയല്ല. നിങ്ങൾക്ക് ആഴം മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ സ്തോത്രം, പ്രാർത്ഥിക്കാതെ അങ്ങ് മാറിയര്. ദൈവത്തിന് സ്തോത്രം. എന്ന് പ്രാർത്ഥിച്ചോ, പക്ഷെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തെ അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞാലേ, സ്തോത്രം, വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ത്യയിലെ ഒരു ക്രിസ്തീയ സ്കൂളിൽ ഒരിക്കൽ അവരുടെ അസംബ്ലിക്ക് പങ്കെടുത്തു. അപ്പോൾ അവിടെ പ്രാർത്ഥനയുണ്ടെന്നാ നല്ല കാര്യം. ആ പിള്ളേർ നല്ല പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് വന്നു. അവസാനിപ്പിച്ചത് എൻ്റെ കർത്താവിൻ്റെ നാമമില്ലാതെ. അവിടെ പറയണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം വിശ്വാസികളല്ലാത്ത കുഞ്ഞുങ്ങളാ സ്കൂളിലെ ഭൂരിപക്ഷവും. അവരുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥന പ്രോബ്ലമല്ല. അവരുടെ മാതാപിതാക്കൾക്ക് ക്രിസ്തീയ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കുകയും വേണം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എന്തോ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിന് പ്രത്യേകതയുണ്ടെന്നുള്ളത് ഈ കുഞ്ഞിൻ്റെ ഉള്ളത്തിലെ, ഈ കുഞ്ഞു പ്രായത്തിലെ ഏൽപ്പിക്കരുത്. ഇതാ കാര്യം. സ്തോത്രം. അതുകൊണ്ട് സ്കൂൾ നടത്തുന്നവരും, കർത്താവിന് സ്തോത്രം, ആശുപത്രി നടത്തുന്നവരും ഒക്കെ കുറച്ച് സൂക്ഷ്മതയോടുകൂടെ വേണം. ആശുപത്രി നിർത്തണ്ട. കർത്താവിന് സ്തോത്രം. ക്ലിനിക്കുകൾ നിർത്തരുത്. ദൈവത്തിന് സ്തോത്രം. കോങ്കോയി ക്ലിനിക്ക് തുടങ്ങാൻ ആത്മഭാരത്തോടാണ് ഞങ്ങൾ വന്നേക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. അതോടെ സുഖം പോയേ തിരിച്ചു വന്നപ്പോൾ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ എല്ലാം ഭാരമായിട്ട് മാറണം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം നടക്കട്ടെ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പറയാനൊക്കാത്തടത്ത് നാം സൂക്ഷ്മതയോടെ പെരുമാറണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിന്നെ സെനറ്റ് ഹാളിലാകട്ടെ, സ്റ്റേറ്റിൻ്റെ ഹൗസിലാകട്ടെ പ്രാർത്ഥിപ്പാൻ വിളിക്കപ്പെട്ട് അവിടെ പോയി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പോയി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ രാജ്യത്ത് നമുക്ക് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. അത് ഏത് സെക്കുലർ രാജ്യത്തും ഉണ്ടാകും. ദൈവത്തിന് മഹിമ. എന്നാൽ എൻ്റെ യേശുനാഥന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനാണ് എനിക്ക് പ്രമാണമുള്ളത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടൊരു സർവ്വമത പ്രാർത്ഥനയുടെ ഭാഗമാകുവാൻ അവസരം ഉണ്ടായാൽ ഞാൻ വേണേ പങ്കെടുക്കാം. എന്തെങ്കിലും ഒന്ന് കാണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. കർത്താവിന് സ്തോത്രം. കാരണം എല്ലാ മതങ്ങളും ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നേ. ആളുകൾ ഇങ്ങനെ അങ്ങ് പറയുക എല്ലാവരും ഒരേ ദൈവത്തെ ആരാധിക്കുക. സമീപസമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൂത് ഇവിടെ പറഞ്ഞ സമയത്ത് അമേൻ, ഓൾ സെർവ് വൺ ഗോഡ്, നോട്ട് റിയലി. സ്തോത്രം. Always, all religions are the same, not really. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ജീവനുള്ള ദൈവം, വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവം വേറൊരു മാർഗത്തിലുമില്ല. അവനെ അറിയുന്നത് യേശുവിന്റെ നാമത്തിൽ മാത്രമാണ്. അവൻ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാൻ മാത്രമാണ് സത്യം. കർത്താവിന് സ്തോത്രം. വിടാം. പ്രധാന വിഷയം അതല്ല. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 16:23 മുതൽ 24 വരെയുള്ള വാക്യം. ആമീൻ ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് സ്തോത്രം അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ആമേൻ. പിന്നെ ഇത്രയും കാലം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നാമം ഉപയോഗിച്ചിട്ടില്ല. സ്തോത്രം. ആമേൻ. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഗോയിങ് ഫോർവേഡ് അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുന്നതെല്ലാം ലഭിക്കാറുണ്ടോ? സ്തോത്രം. യോഹന്നാൻ കുറേ വാക്യങ്ങളുടെ വായിച്ചിട്ട് നാം ഈ വാക്യങ്ങളിലേക്ക് മടങ്ങി വരിക. നിങ്ങളിൽ ഒരുത്തനെ, യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാ ജ്ഞാനത്തെക്കുറിച്ചുള്ള യാക്കോബ് പറഞ്ഞേക്കുന്നേ. നെക്സ്റ്റ് സ്ലൈഡ്. നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനെ ലഭിക്കും. സ്തോത്രം. ആമേൻ. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. എന്നാൽ അവർ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സ്തോത്രം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ദൈവത്തിന് സ്തോത്രം. പൊട്ടക്കണ്ണൻ്റെ മാവേലേറല്ല ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. കർത്താവിന് സ്തോത്രം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ സ്തോത്രം ഒരാന എന്നുള്ളതും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സംശയിക്കാതെ എൻ്റെ ദൈവം ഇത് തരാൻ വിശ്വസ്തനാ, എൻ്റെ ദൈവം എനിക്ക് തരും എന്നുള്ള ഉറപ്പോടെ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 7-ാം വാക്യം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ആരെ? സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. അതും പ്രധാന വിഷയത്തിൻ്റെ ഭാഗമല്ല. എങ്കിലും ഞാൻ അവിടെ ഒന്ന് ഒരു വാക്കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. കാറ്റിനാൽ ആടി ഉലയുന്ന, ഹല്ലേലൂയ, ആമേൻ, കാറ്റടിച്ചലയുന്ന കടൽ തീര പോലെ നമ്മുടെ വിശ്വാസ ജീവിതമാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാറ്റടിച്ചുലയുന്ന മരമാകരുത് വിശ്വാസി. കർത്താവിന് സ്തോത്രം. കാറ്റെത്ര അടിച്ചാലും തിര എത്ര പൊങ്ങിയാലും സ്തോത്രം, എനിക്കൊരു വേരോട്ടമുണ്ട്. ആഴത്തിൽ എൻ്റെ വേര് പോയിട്ടുണ്ട്. സ്തോത്രം. അതെ. ആമീൻ. ഇവിടെയൊക്കെ ഈ മണ്ണിൽ അല്പം ആമീൻ താഴ്ച ചെന്നിട്ട് അതിങ്ങനെ ചിതറി ഓടിയിരിക്കുന്ന വേരല്ല. എനിക്കൊരു താഴ്വേരുണ്ട്. എൻ്റെ കർത്താവിങ്കൽ അടിസ്ഥാനപ്പെട്ടതാണത്. ആമീൻ. ഈ ലോകത്തിലെ ഏത് കാറ്റിനും എന്നെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹിമ. യോഹന്നാൻ്റെ എഴുത്തിൽ നിന്ന് 1 യോഹന്നാൻ 3:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. യോഹന്നാൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഭാഷ, എംബസിസ് ഒക്കെ മാറുന്നു.
കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ, നാം നല്ല വാക്കിനാലും നാവിനാലും അല്ല, സ്തോത്രം, വെറുതെ വാചപിടി കണ്ടല്ല, അതിൻ്റെ അർത്ഥം പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. കർത്താവിന് സ്തോത്രം. ഷോ യുവർ ലവ് ഇൻ ആക്ഷൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഷോ യുവർ ലവ് ഇൻ ആക്ഷൻ. നിന്റെ സ്നേഹം പ്രവൃത്തിയിൽ വെളിപ്പെടുത്ത്. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെങ്കിൽ ഇതിനാൽ അറിയും ആരെ. പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടുത്തിയാൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽ ആ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നേ. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഹല്ലേലൂയ എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. വാക്യത്തിലേക്ക് നാം മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഒരു വാക്യം കൂടെ യോഹന്നാനിൽ നിന്ന് വായിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആ വാക്യം ഐ മിസ്ഡ് ഓൺ ദ സ്ലൈഡ് ഫോർ സം റീസൺ. പോകട്ടെ. സ്തോത്രം. നീ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വാക്യം. ദൈവത്തിന് സ്തോത്രം. പിന്നെ അറിയാവുന്ന വാക്യമാണല്ലോ. പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഉദ്ധരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. 4:3 ജെയിംസ് ചാപ്റ്റർ 4:3. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഇതിന് അതും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, അവിടെയും നിൽക്കുന്നില്ല. ആമേൻ. എന്നിട്ട് അടുത്ത വാചകം ഞാൻ മിസ് ചെയ്ത വാക്യത്തിൽ കർത്താവിന് സ്തോത്രം. യോഹന്നാൻ എഴുതുകയാ, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നില്ല? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഒത്തിരി വാക്യങ്ങൾ, ഇത്രയും വാക്യങ്ങളൊന്നും മാത്രമല്ലല്ലോ പ്രാർത്ഥനയെക്കുറിച്ച് പുതിയ നിയമത്തിലുള്ളത്. ഇങ്ങനെ കർത്താവിൻ്റെ വാക്യങ്ങളിൽ നിന്നും പ്രധാനമായി ഉള്ളവ, ലേഖനക്കാരുടെ വാക്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിരത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വാക്കുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ആദ്യം ചിന്തിക്കാം. സ്ലൈഡ് 17:17. ദൈവത്തിന് സ്തോത്രം. യേശുനാഥൻ്റെ വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കർത്താവിന് സ്തോത്രം. കർത്താവ് പറയുന്ന വാക്കുകളുടെ അർത്ഥം ആസ്ക് ഫോർ ദ ഇംപ്രോബബിൾ. സ്തോത്രം. ആസ്ക് ഫോർ ദ ഇംപോസിബിൾ. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിലെ ആ വാക്കുകൾ നാം ഉപയോഗിക്കാറുള്ളതാ. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥവ്യത്യാസം നാം എപ്പോഴും ചിന്തിക്കാറില്ല. ഇംപ്രോബബിൾ, പ്രോബബിൾ, ഇംപ്രോബബിൾ. പ്രോബബിൾ എന്നത് സംഭാവ്യം, ഇംപ്രോബബിൾ അസംഭാവ്യം. സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവ്. സ്തോത്രം. ഇംപോസിബിൾ അസാധ്യം, സാധ്യം അസാധ്യം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥം അത്തിയോട് പറയുന്നതാകട്ടെ, സ്തോത്രം, മല മാറിപ്പോകുവാൻ പറയുന്നതാകട്ടെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചോദിക്കുന്നതൊക്കെയും എന്നതാകട്ടെ, കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് മഹിമ. ദൈവത്തിന് സ്തോത്രം. നീ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. കാണുന്ന മരത്തോടെല്ലാം നീ വാടിപ്പോകട്ടെന്ന് പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാണുന്ന സർവ്വ മലയോടും നീ മാറി കടലിൽ പതിക്കുക എന്ന് പറയുന്നതല്ല. എങ്കിലും വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ അസംഭാവ്യമായതും അസാധ്യമായതിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്താൽ ഇത് സാധിക്കും, എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ജീവിതത്തെ കുറിച്ചാണ് എൻ്റെ നാഥൻ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതാ നാം ഏറ്റെടുക്കുന്നേ. കർത്താവിന് സ്തോത്രം. അസംഭാവ്യമായത് കർത്താവിന് സ്തോത്രം.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 2 രൂപ ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിങ്ങും പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസിന് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു. ബുക്ക് കടം വാങ്ങി വെച്ചിട്ട്, നിങ്ങൾക്കറിയാം കഥ. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ അന്നില്ലായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. സ്തോത്രം. 2 രൂപയ്ക്ക് ഒത്തിരി മൂല്യമുള്ള കാലമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 രൂപ ദിവസക്കൂലി കിട്ടുന്ന കാലമാണ്. അപ്പോൾ ഞാൻ ദുഃഖഭാരത്തോടെ ഷോർട്ട് ഹാൻഡിൻ്റെ പുസ്തകം കൊണ്ട് അയൽക്കാർക്ക് മടക്കി കൊടുത്തു. അതോടെ എൻ്റെ പഠിത്തത്തിന് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്ന അവസാനമായിരുന്നു. സ്തോത്രം. 92 മുതൽ 98 വരെ ഫിലദൽഫിയ വെസ്റ്റ്മിനിസ്റ്ററിൽ ഞാൻ പഠിക്കാനിടയെ അസംഭാവ്യം. പഠിച്ചിട്ടുള്ള ഒന്നും സംഭാവ്യമല്ല. സ്തോത്രം. 17-ാം വയസ്സിൽ കൊച്ചിൻ ഐലൻഡിൽ കയറി പാലക്കാട് ചുരം കടന്ന് ബാംഗ്ലൂരിലെത്തിയതും പിന്നെ ബാംഗ്ലൂരിൽ പലപ്പം പോയിട്ടുള്ളതും ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടെ പോയതെല്ലാം. ക്യാമ്പ് സമയത്ത് പാസ്റ്റർ ലെസ്ലി സാമ്പത്തിക കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചല്ലോ, വിവാഹ കാര്യത്തെക്കുറിച്ചൊക്കെ പരാമർശനം ഉണ്ടായല്ലോ. എല്ലാം അസംഭാവ്യമാണ്. എല്ലാം 3 മാസം മാത്രം പ്രായമുള്ള ഒരു ചർച്ച് സഭ. സ്തോത്രം. $4000 മൈനസ് ബഡ്ജറ്റുള്ള ഒരു കൂട്ടായ്മ. സ്തോത്രം. ഒരു സ്തോത്രം വരുമാനത്തിൻ്റെ ഹിസ്റ്ററിയുമില്ലാത്ത ഒരു കൂട്ടം ജനം. സ്തോത്രം. അവർക്ക് ഈ ആലയത്തെക്കുറിച്ച് ഹല്ലേലൂയ ചിന്തിപ്പാൻ ഇടയാകുന്നത് അസംഭാവ്യമാ, ഇംപ്രോബബിളാ, നടക്കുവാൻ സാധിക്കാത്ത കാര്യമാ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് അതാ പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന് സ്തോത്രം ആമേ ഉള്ളത്തി പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ആരും വാതുറന്ന് ഒരു കൂട്ടത്തിലും പറഞ്ഞില്ലല്ലോ നമ്മളെ കണ്ട് നടക്കത്തില്ലെന്ന്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. സംഭാവ്യമായി, ഇംപ്രോബബിളായിരുന്നത് അസംഭാവ്യമായിരുന്നത് സഡൻലി നമ്മുടെ ഉള്ളത്തിൽ ഒരുമിച്ച് സംഭാവ്യമായി തീർന്നു. എന്നിട്ട് നമ്മൾ പറയാൻ തുടങ്ങി, ഇത് സംഭാവ്യമാണ്, ആമീൻ, ഇത് നടക്കുവാൻ കഴിയുന്നതാണ്, എൻ്റെ ദൈവത്താൽ ഇത് സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. എത്ര പേരുടെ കയ്യിലായിരുന്നേ? 10,000. സ്തോത്രം. 15,000, 3,000, 5,000. സ്തോത്രം. വർഷത്തിന്റെ അവസാനം 1000 മിച്ചമില്ലാത്തവരാണല്ലോ നമ്മൾ, നല്ല ബംഗാളികളും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ സംഭവിച്ചത്? എൻ്റെ ദൈവത്താൽ. സ്തോത്രം, ഹല്ലേലൂയ. നീ ഒരുമനപ്പെട്ട് 2 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നിട്ട് ഒരുമിച്ച് ചോദിക്കുന്നതൊക്കെയും നടക്കുമെന്ന് പറഞ്ഞ എൻ്റെ നാഥന്റെ വാക്കുകളുടെ അർത്ഥം ഇവിടെയാ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ഞാൻ പറയണ്ടല്ലോ. എൻ്റെ കാര്യവും പൊതുവിലത് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവമക്കൾക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കത്തില്ല പ്രാർത്ഥനയെക്കുറിച്ച് പറയും. എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു മടിയില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. സംഭാവ്യമായതെന്തും ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കും. പൊട്ടക്കണ്ണന് മാവേലേറല്ല. സ്തോത്രം. ആനെ ചോദിച്ചവൻ്റെ ശൈലിയുമല്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. എന്റെ നാഥനാരാണെന്ന് എനിക്കറിയാം. അവൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവന്റെ ശക്തിയുടെ വലിപ്പം എനിക്കറിയാം. ചോദിക്കുന്നതിൽ എനിക്കൊരു ഭാരവുമില്ല. ഹല്ലേലൂയ, കർത്താവിന് മഹിമ. ജസ്നിമോൾ ഇന്നിവിടെ ഇല്ലല്ലോ. ഈ വെള്ളിയാഴ്ച വൈകിട്ട് ഞാനൊരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. സനിൽ പാസ്റ്റർ അത് ഏറ്റു പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൂടി വന്ന എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ആയിട്ട് അവൾ ജലത്തിലിറങ്ങി സ്നാനം സ്വീകരിക്കാനിടയാകണം. സ്തോത്രം. സംഭാവ്യമാ, അസംഭാവ്യമാ മാനുഷികതയില്. സ്തോത്രം. ഇന്ന് കാണുന്ന അവളുടെ ഇന്നത്തെ ശരീരപ്രകൃതിയോ അവളുടെ ചുവടുകളുടെ ബലമോ ഒന്നും വെച്ച് സംഭാവ്യമല്ല. എന്നാൽ എൻ്റെ ദൈവത്തോട് അസംഭവമായതിനെ സംഭാവ്യമാക്കി തരുവാൻ ചോദിക്കുവാൻ എനിക്കൊരു മടിയുമില്ല. എൻ്റെ ദൈവത്തിന് അതിന് സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അസംഭാവ്യമായതിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇതാ. ദൈവത്തിന് സ്തോത്രം. പഠിക്കരുത്, ചുമ്മാ ചോദിച്ചോണം. ദൈവത്തിന് സ്തോത്രം. 90 വയസ്സ് കഴിഞ്ഞ സ്ത്രീ, ഹല്ലേലൂയ, ആർത്തവചക്രം നിന്നുപോയവൾ. സ്തോത്രം. അതുകൊണ്ട് അവൾ ചിരിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യമായതാ കർത്താവിന് മഹിമ.
പക്ഷെങ്കിൽ എൻ്റെ ദൈവം അവിടെയാ പറയുന്നേ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവമേൻ, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് അവർ ഗോഡ്. ഇംപോസിബിൾ എന്ന് പറയുന്നിടത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരും. സംഭാവ്യത ഞാൻ പറയുമ്പോൾ ഡോക്ടർമാർക്ക് വേണേ ക്രെഡിറ്റ് എടുക്കാം. ആമീൻ, അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരുടെ ഫലമാണെന്ന് പറയാം. ഇംപോസിബിൾ എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഫലോപ്യൻ ട്യൂബ് മാത്രമുള്ള ഒരു സ്ത്രീ, ഡോക്ടർമാർ പറഞ്ഞ മാസം പ്രഗ്നൻസി നടക്കാതിരുന്നിട്ട് അതേ ഫലോപ്യൻ ട്യൂബിൽ കൂടെ ഓവുലേഷൻ ഉണ്ടായി. പ്രഗ്നൻസി ഇംപോസിബിളാ. സ്തോത്രം, എൻ്റെ ദൈവത്താൽ സാധ്യം. ഇതുപോലുള്ള ഇംപോസിബിൾ എന്ന് കാണുന്ന എല്ലാത്തെയും വെച്ച് ദൈവമക്കളാകും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഞാൻ വിടട്ടെ, എനിക്ക് കുറേ വേറെ കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. സ്തോത്രം, വിശ്വസിച്ചുകൊണ്ട് പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് പോലല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ സ്തോത്രം, കിട്ടിയാൽ കിട്ടണമെന്നുള്ളതല്ല ആവർത്തിക്കാനത്. സ്തോത്രം, നമ്മൾ അനുഭവിക്കുന്നവരാ. ഞാൻ അനുഭവിച്ചതാ. 16 വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കുന്നതാ. ഇന്നും ഞാൻ അനുഭവിക്കുന്നതാ. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കർത്താവ് എന്തും ചെയ്യുവാൻ വിശ്വസ്തനാ. കർത്താവിന് സ്തോത്രം, മലയെ മാറ്റുവാൻ കഴിവുള്ളവനാ. അതിനെ മെഡിറ്ററേനിയനിൽ എറിയുവാൻ കഴിവുള്ളവനാ എൻ്റെ ദൈവം. അതുകൊണ്ട് എൻ്റെ ദൈവമാണെങ്കിൽ എൻ്റെ ദൈവത്തെ എനിക്ക് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം, കാറ്റടിച്ചുലയുന്ന കടൽ തിരയല്ല ഞാന്. ഹല്ലേലൂയ. പിന്നീട് സ്തോത്രം, അടുത്ത വാചകം, നെക്സ്റ്റ് സ്ലൈഡ്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം ഇങ്ങനെയായിരിക്കണം. സ്തോത്രം, ഇത് നമ്മുടെ ഒരു ജീവിതചര്യ. അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ ജീവിതത്തിൽ ചില പോരായ്മ, വീഴ്ചകൾ, തടസ്സങ്ങൾ, മക്കളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിന് തടസ്സം, ആമീൻ, കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി, ജോലിയിൽ പ്രതീക്ഷിക്കാത്ത തടസ്സം, സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ട്, ഇതെല്ലാം നേരിടുന്ന സമയത്ത് അയ്യോ എന്നാ എവിടാ വീണ് എന്നൊക്കെ ഒന്ന് വിചാരിച്ച് 1-3 ദിവസം ഇരുന്നേക്കാം. അല്ലെങ്കിൽ ആരെയിലൊക്കെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചേക്കാം. ആമേൻ. അങ്ങനെ ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. പക്ഷെ അതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എൻ്റെ കർത്താവ് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും അവനിൽ വസിച്ച്, ആമേൻ, യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ആമേൻ, വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ പിശാചിനെ പേടിയില്ലാത്ത കാര്യം കഴിഞ്ഞ ഞായറാഴ്ച ദൈവദാസൻ പറഞ്ഞല്ല. ഞാനിവിടെ നിർത്തും, ഇദ്ദേഹത്തിന് ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പിശാചിനെ കാണുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചു പോകുന്നവരാ പെന്തിക്കോസുകാര്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിലേ ആമേൻ, പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രാർത്ഥിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണർ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് അറിയാമോ? തനിക്കറിയാം പിശാച് തന്റെ നേരെ വിരൽ ചൂണ്ടത്തില്ലെന്ന്. ഓ, ഇതാ ദൈവമക്കളെ ആത്മീയ ജീവിതം. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം, അവൻ്റെ ഇഷ്ടപ്രകാരം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്യമാണ് ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞേ. സ്തോത്രം, കർത്താവിന് മഹിമ. അവൻ്റെ ഇഷ്ടപ്രകാരം. ഇത് ഞാനതുകൊണ്ടാ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി സ്തോത്രം പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഫാർ ബെറ്റർ എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എൻ്റെ തലമുറകൾക്ക് വേണ്ടിയും എൻ്റെ ജനത്തിന് വേണ്ടിയും എൻ്റെ കൂട്ടുവേലക്കാർക്ക് വേണ്ടിയും എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതിനെ എൻ്റെ ദൈവം അന്നേരം ആൻസർ ചെയ്തില്ലെങ്കിൽ എൻ്റെ കർത്താവിനോട് പറയുകയാ, ആമീൻ, നിന്റെ ഇഷ്ടം നിറവേറണം, നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി നൽകണം, അതാണ് എനിക്ക് വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നെങ്കിൽ ഞാനിതിൻ്റെ പകുതി വഴി പോലും എത്തത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ചില തൊഴിലിനെ കുറിച്ചൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ആ തൊഴിൽ പറയുന്നില്ല. ഒരിക്കൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ തൊഴിൽ തന്നെ ചെയ്ത ഒരു അച്ചായനുണ്ടായിരുന്നു, CSI-കാരൻ. അച്ചാൻ പിന്നെ എന്നോട് പറഞ്ഞു, എന്നാലും പാസ്റ്റർ ഞങ്ങളെ ഇട്ടൊന്ന് ഇടിച്ചല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നില്ല.
സ്തോത്രം. ആ തൊഴിൽ ചെയ്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എന്നാലേ നമ്മുടെ ആ തൊഴിലും ഒക്കെ അല്ല നമുക്ക് വലിയ കാര്യം. അമ്മ എന്നിട്ട് അതിനൊക്കെ അപ്പുറത്ത് സ്തോത്രം, എൻ്റെ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നമ്മെ വഴി നടത്തുമ്പോൾ. കുര്യച്ചൻ ബ്രദർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പം അമ്മ പേര് പറഞ്ഞ് പറയുന്നേ അമ്മ ഇനിയിപ്പം പറഞ്ഞ കുഴപ്പമില്ല, പരിഭവം തോന്നിയാലും കുഴപ്പത്തില്ല. ദൈവത്തിന് സ്തോത്രം. കുറേ നാളുകൾക്ക് മുമ്പേ ആ പ്രിയപ്പെട്ടവൻ സാമ്പത്തികമായും ജോലി മണ്ഡലത്തിലും ഉലഞ്ഞ് ഭാരപ്പെട്ട് ഒരിക്കലും ദൈവസഭയോട് വിശദമായി അവർ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അറിവുള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിൽ നിന്ന് ആത്മനിറവിൽ അധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് താനായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് താൻ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ട് അത്ഭുതപ്പെട്ടു. ഞാൻ പഴയതൊന്നും അന്നേരം പറഞ്ഞില്ല. പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ തമ്പുരാനോട് പറഞ്ഞു, ഞങ്ങളെ ഭാരപ്പെട്ട് കണ്ണുനീരൊഴിക്കുക, സാഹചര്യം എല്ലാം മാറ്റി അമ്മേൻ ദൈവത്തിന് സ്തോത്രം വഴികളൊരുക്കി ആമേൻ അന്നത്തെക്കാട്ടില് എത്രയോ മടങ്ങായി ജീവിതത്തിൽ കരം ഉയർത്തിയ നിനക്ക് മഹത്വം തരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇതൊരു പക്ഷേ ഇന്ന് ഈ സഭയെ പറയാനായിരിക്കും. ആമീൻ. വെള്ളിയാഴ്ചത്തെ യാത്ര മുടങ്ങിയിട്ട് ഇവര് ഈ പകൽ ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ നടത്തുന്ന വഴികൾക്കായി, ദൈവം അവരിൽ കൂടെ ഒരുക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്റ്റീവി ജോലിയില്ലാതിരിക്കുക, ആമീൻ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്യുന്നതനാകുന്ന ദൈവം അവന് വേണ്ടി വലിയത് ചെയ്യട്ടെ. കർത്താവിന് സ്തോത്രം. ഫ്യൂ മിനിറ്റ്സൂടെ ഇനി എൻ്റെ ഇത്രയും പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. ആ ഇടയ്ക്കൊക്കെ ഞാൻ ഡീവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ഇനിയും പറയാൻ വരുന്നത് മാത്രം എടുത്തൊരു പ്രസംഗം ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമില്ല. ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലെ സ്തോത്രം. സ്പീക്ക് ഓൺലി 5 more minutes. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ കുറേ വാക്യങ്ങൾ, ഒറ്റ വിഷയത്തെ അടിസ്ഥാനമാക്കി 3-4 വാക്യം മാത്രം ഞാൻ വായിക്കാം. കൊലോസ്യർ 4:12. അതെല്ലാവർക്കും പരിചയമാണ്. പൗലോസ് റോമിൽ നിന്നും കൊലോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ തൻ്റെ അടുക്കൽ കൊലോസ്യരെ കുറിച്ചുള്ള വാർത്ത കൊണ്ടുവന്ന എപ്പഫ്രാസിനെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്യം, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവനാ ഈ കൊലോസിയിലെ സഭ സ്ഥാപിച്ചെന്ന. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നമ്മൾ ഈ പോരാട്ടം എന്ന വാക്ക് സ്തോത്രം ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലേ ഉപയോഗിക്കാറുള്ളൂ. ഇത് വേദപുസ്തകം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പോരാടി പ്രാർത്ഥിക്കുക നമ്മൾ വല്ലപ്പോഴെങ്കിലും പറയാറുണ്ട്. ഞാനതിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. എന്നിട്ട് അതേ പുസ്തകം 1-ാം അധ്യായം 4:12 ഇപ്പം വായിച്ച് 1:28-29 സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട്, ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അടുത്ത വാചകം അതേ പുസ്തകം അടുത്ത വാക്യമാണ് കൊലോസ്യർ 2:1. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ആ ഹൃദയങ്ങൾക്കും ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പോരാട്ടം. ഒരു വാക്യം കൂടെ. പോരാട്ടത്തിൻ്റെ വാക്കുകൾ തീർന്നിട്ടില്ല എങ്കിലും ഒരെണ്ണം കൂടെ. യേശു കർത്താവിനെ കുറിച്ച് വൈദ്യനായ ലൂക്കോസ് എഴുതുന്ന ഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42 മുതൽ 44 വാക്യങ്ങൾ. നിങ്ങൾക്കറിയാം കോണ്ടെക്സ്റ്റ്. ഗത്സമനയിലെ കർത്താവ് അമ്മൻ അവിടെയുള്ള തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതി വരുമ്പോൾ ലൂക്കോസ് മാത്രം എഴുതുന്ന ഒരു വാചകം. കർത്താവിൻ്റെ പ്രാർത്ഥന 42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല
നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. നമ്മുടെ എല്ലാം പ്രാർത്ഥന അങ്ങനെ ആകണം എപ്പോഴും. ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയമാണെങ്കിലും, ജോലിയാകട്ടെ, മക്കളുടെ ഭാവിയാകട്ടെ, ആമീൻ, നമ്മുടെ ആയുസ്സാകട്ടെ, ആരോഗ്യമാകട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഇഷ്ടം നടക്കട്ടെ. പിന്നെ പ്രാർത്ഥന അവൻ്റെ ഭാരത്തിൻ്റെ കാഠിന്യം അത് മനസ്സിലാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ പ്രത്യക്ഷനായി. അവൻ്റെ പ്രാർത്ഥനയുടെ ഭാരത്തെക്കുറിച്ചുള്ള വാചകം നോക്കണം. പിന്നെ അവൻ പ്രാണവേദനയിലായി, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്നിട്ട് ആ വാചകം ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്ക് പ്രാണവേദനയിലായി. കൊലോസ്യ ലേഖനത്തിലെ 3 വാക്യങ്ങളിലും ഈ പ്രാണവേദനയിലായിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്തു. നെക്സ്റ്റ് സ്ലൈഡ്. ഒറ്റ വാക്ക, സ്തോത്രം, ആഗണിയ. അതും ഗ്രീക്ക് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കേണ്ട, ഇംഗ്ലീഷ് വാക്ക് അറിയാമല്ലോ, ആഗണി. ഈ ആഗണിയ എന്ന വാക്കിൽ നിന്നാ ഇംഗ്ലീഷിലെ ആഗണി എന്ന വാക്കുണ്ടായേക്കുന്നേ. ആ ഇംഗ്ലീഷ് വാക്ക് അറിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഞാനവിടെ സ്തോത്രം അതിൻ്റെ അർത്ഥം 4 നൽകിയിട്ടുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ആ വാക്കിന് ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. ഈ 4 ഞാൻ ഇട്ടിട്ടുള്ളൂ. പ്രാണവേദന, സ്തോത്രം, പോരാട്ടം, പരിശ്രമം, മൽപ്പിടുത്തം, ഗുസ്തി. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹിമ. ഇതാ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. കർത്താവിന് മഹിമ. ഇതാ എപ്പോപ്രാസ് പ്രാർത്ഥിച്ചിരുന്നേ. സമയം തീരുക. ഐ നീഡ് ടു എൻഡ് ഹിയർ. കൊയർ പ്ലീസ് കം. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ഇതുപോലാകട്ടെ. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് കുറേ ധ്യാനിക്കണം. സ്തോത്രം. എൻ്റെ കർത്താവ് എല്ലായിടത്തും ഒരേ വാക്ക്, ആഗനിയ. സ്തോത്രം, ആഗണി. കർത്താവ് ഗത്സമനയിലെ എന്തുമാത്രം ഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന, അതേ പ്രാർത്ഥനയുടെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന എപ്പപ്രാസ്, ആമീൻ, പ്രാർത്ഥന മാത്രമല്ല, പൗലോസ് തൻ്റെ ആഗമന ജീവിതം ദൈവജനത്തിന് വേണ്ടി ഉള്ളത് ഈ ആഗണിയിലുള്ളതാണെന്ന് 2 ആവർത്തിച്ച് പറഞ്ഞേക്കുക. കൊലോസ്യ ലേഖനം 1 അവസാനവും 2 ആരംഭത്തിലും. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, ഒരു പുസ്തകം വായിക്കുന്നതും ഒരു ചൊല്ലിൻ്റെയും പ്രാർത്ഥനയാകരുത്. ഹല്ലേലൂയ, ആമീൻ. ചൊല്ലിൻ്റെ പുസ്തകം നമുക്കില്ലെങ്കിൽ ചൊല്ല് നമ്മൾ ഉള്ളത്തിൽ പഠിച്ചു വച്ചിട്ടുണ്ട്, അതാകരുത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന പോരാട്ടത്തിന്റെ പ്രാർത്ഥനയാകണം, ആഗണിയുടെ പ്രാർത്ഥനയാകണം, മൽപ്പിടുത്തത്തിന്റെ പ്രാർത്ഥനയാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, വിയർപ്പ് രക്തത്തുള്ളി പോലെ വീഴേണ്ടി വന്നാലും പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാകണം ദൈവമക്കളെ. ഹല്ലേലൂയ. സംഭാവ്യമായത് പ്രാർത്ഥിക്കുവാൻ മടിക്കരുത്. കർത്താവിന് സ്തോത്രം. ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചു, വിട്ടുപോയി, നോട്ട് ചെയ്തിരുന്നില്ല. 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞേ പ്രാർത്ഥിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹിമ. ഇവിടെ ആവർത്തിക്കപ്പെട്ടതാ എങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയുക. ബിന്ദു എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം, 1 അവർ എനിക്ക് ആ മൃതശരീരത്തിൻ്റെ അടുക്ക് നിന്ന് ഞങ്ങൾ മാത്രമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് ഇതിനോടൊക്കെ പശ്ചാത്തലം എല്ലാം പറഞ്ഞേ. എനിക്കൊരു കുഴപ്പമില്ല. ആളുകൾ അന്വേഷിച്ചല്ലോ ഇവൻ പഠിത്തക്കാരനായിട്ട് എന്തിനാ സമ്മതിച്ചതെന്ന്. ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തമ്പുരാൻ എന്നെ പഠിപ്പിച്ചതാ. കർത്താവിന് സ്തോത്രം. മരിച്ചവരെ തിരിച്ചു തരുവാൻ പ്രിയപ്പെട്ടവർക്ക് ചോദിക്കുവാൻ അവകാശമുണ്ട്. എന്നിട്ട് ബിന്ദു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ദൈവം തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, ഐ വിൽ ബി ഹീൽഡ്. സ്തോത്രം. അവർ മാത്രം 1 മണിക്കൂർ ആ മുറിയിലെ ആത്മാവിൻ്റെ നിറവിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചു. അത് ആ മുറിയിൽ അവരുടെ ആരാധനയിലുണ്ടായ ആ തീയെ വാതിലിന് പുറത്ത് നിന്ന എൻ്റെ ശരീരത്തിലും ഫീൽ ചെയ്ത് ഞാനും കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അതിനുശേഷമാണ് ബിന്ദു ഇപ്പം ആയിരിക്കുന്ന ആളായത്. ബിന്ദു സ്റ്റേജിൽ നിന്ന് കരഞ്ഞില്ലെന്ന് ലോകം പറഞ്ഞല്ലോ. സ്തോത്രം. ഇതാ കാരണം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവൾ കരഞ്ഞു, കുഞ്ഞുങ്ങൾ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തിരികെ നൽകണമേ എന്ന് പറഞ്ഞു. ദർശനമുണ്ടായി.
ദൈവത്തിന് സ്തോത്രം. സാബുവിന് മടങ്ങി വരണ്ടെന്ന് പറഞ്ഞത് കേട്ടു. ദൈവത്തിന് സ്തോത്രം. സാബുവിനെ നിത്യഭവനത്തിൽ ചേർക്കുന്ന ദൈവ വഴിയാണെന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവം കൃപ ചെയ്തതാ. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കാം. ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അസംഭവ്യമായത് അസംഭാവ്യമായത് നീ ചെയ്യുവാൻ വിശ്വസ്തനാ. നിനക്കൊന്നും അസാധ്യമല്ല. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് എന്നും ഇടയാകണം. സംശയിക്കാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിടയാകണം കർത്താവേ. കർത്താവിന് മഹിമ. കാറ്റിനാൽ ഉലയുന്ന ഓടയെ പോലെ ഞങ്ങളാകാതെ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളോട് കൃപ ചെയ്യുമാറാകണം കർത്താവേ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. കരം പിടിച്ച് ഞങ്ങളെ നടത്തണം. ആഗണിയിലായി പ്രാർത്ഥിക്കുവാൻ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ, ഞങ്ങളുടെ നാഥൻ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതുപോലെ, പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനുള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ.